കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും വീണ്ടും ഒരു ആത്മഹത്യയുടെ വാർത്തയാണ് ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പാണ് കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനിയും മക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഏകദേശം ഒരു മാസം പിന്നിടുമ്പോഴാണ് കോട്ടയം ഏറ്റുമാനൂർ പേരൂരിൽ നിന്നും ഇന്ന് ഉച്ചയോടുകൂടി ഈ ആത്മഹത്യയുടെ വിവരം പുറത്തേക്ക് വരുന്നത്. അഭിഭാഷകയും രണ്ട് പെൺമക്കളുമാണ് മീനച്ചിലാറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. 5 വയസ്സും അതുപോലെ തന്നെ 2 വയസ്സുമുള്ള മക്കളാണ് ഈ അമ്മയ്ക്കൊപ്പം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നാട്ടുകാർ ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായി സാധിച്ചില്ല. മുത്തോലി മുൻ പഞ്ചായത്ത് അംഗവും നീറുകാട് ATS ബസ് ഉടമയുടെ ഭാര്യയുമായ നീറുകാട് സ്വദേശി അഡ്വക്കേറ്റ് ജിൻസിയും 5 വയസ്സുകാരി നേഹയും 2 വയസ്സുകാരി പൊന്നുവുമാണ് മരിച്ചത്. മുത്തോലി മുൻ പഞ്ചായത്ത് അംഗമാണ് മരിച്ച ജിൻസി. ഹൈക്കോടതി അഭിഭാഷകയുമാണ് ഇവർ. 3 പേരെയും നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏറ്റുമാനൂർ പേരൂർ കണമ്പുരക്കടവിലാണ് ഒഴുകിയെത്തുന്ന നിലയിൽ കുട്ടികളെ ആദ്യം കണ്ടത്. ഇതോടെ നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തുകയും 2 കുട്ടികളെയും രക്ഷിക്കുകയുമായിരുന്നു. ഇവരെ ആദ്യം കാരിത്താസ് ആശുപത്രിയിൽ എത്തിച്ചു. ഈ സമയത്ത് തന്നെയാണ് അമ്മയെ ആറ്റിറമ്പൽ ആറുമാനൂർ ഭാഗത്തു നിന്നും നാട്ടുകാർ തന്നെ കണ്ടെത്തിയത്. തുടർന്ന് ഇവരെയും ആശുപത്രിയിൽ എത്തിച്ചു. ഇതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് കണമ്പുര ഭാഗത്തു നിന്നും ഇവരുടേതെന്ന് കരുതുന്ന സ്കൂട്ടർ കണ്ടെത്തിയത്. സ്കൂട്ടറിൽ അഭിഭാഷകയുടെ ചിഹ്നമടങ്ങിയ സ്റ്റിക്കർ പതിച്ചിരുന്നു. നീറുകാട് സ്വദേശിനിയായ യുവതിയാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജീവനെടുക്കാൻ ശ്രമിച്ചതെന്നാണ് വിവരം. സംഭവമറിഞ്ഞ് ഏറ്റുമാനൂർ അയർക്കുന്നം പോലീസ് സംഘം സ്ഥലത്തെത്തി. കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷകളടക്കം നൽകിയെങ്കിലും 3 പേരെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി ജീവനൊടുക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നാടിനെ ഞെട്ടിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്.